ഹലോ ഗായ്. സോ ഇന്ന് എൻ്റെ കോളേജിൽ ടെക് ഫെസ്റ്റ് നടക്കുവാണ്. അലുമിനിയാണ് ഞാൻ. കോളേജ് കഴിഞ്ഞു. ബട്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ബിക്കോസ് മെന്റൽസ് എന്നൊരു പരിപാടി നടക്കും. So, അത് കാണാനായിട്ടാണ് ഞങ്ങൾ പോകും. ഞാൻ എൻ്റെ ഫ്രണ്ട്സും വരുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഗെറ്റ് റെഡി ചെയ്യണം. ഹെയർ ഒക്കെ കണ്ടില്ലേ, ഒരു മാതിരി ഇരിക്കുന്നു. സോ ഞാൻ ഗെറ്റ് റെഡി ചെയ്തിട്ട് വരാം. 2 hours later. ഗായ്സ്, അപ്പൊ നമ്മൾ അങ്ങനെ റെഡിയായി. ഇനി നമ്മൾ പോവാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ടാനിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ടാനിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ടെക് ഫെസ്റ്റിന് പോകും. ഓക്കെ, കാരണം അവളും കൂടെ വരണം. എന്നാലേ അതിങ്ങനെ അത്രയും നേരം പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വരില്ലേ. ഓക്കെ ഗായ്സ്, ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് വ്ളോഗൊക്കെ ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായ കുറ്റങ്ങളും കുറവുകളും എന്തായാലും കാണുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതൊക്കെ നിങ്ങൾ ഒന്ന് ക്ഷമിച്ച് വിടണം. തുടക്കക്കാരായിരിക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ലല്ലോ. വീഡിയോയുടെ ഇച്ചിരി ലാഗ് ആയിട്ടുണ്ടെന്ന് അറിയാം. അതിന് വെച്ചാൽ കുറേ പണികളും തിരക്കുകളും ഒക്കെ വന്ന് അതുകൊണ്ടാണ് ഇച്ചിരി ലാഗായി. അതുകൊണ്ട് നിങ്ങളതൊക്കെ ക്ഷമിക്കണം. ഞാൻ എന്തേ പറഞ്ഞുകൊണ്ടിരിക്കണേന്നല്ല നിങ്ങളിങ്ങനെ ആലോചിക്കണേ. ഫസ്റ്റ് പോണ ലൊക്കേഷൻ ടാനിൻ്റെ വീട്ടിലോട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ മാപ്പൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. ഈ ക്യാമറയുടെ ആംഗിളിൻ്റെ കാര്യം അതൊക്കെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വോയിസ് ഓവർ ഇടുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ അധികം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് പറഞ്ഞു തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ എഴുതിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെയും കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ പറ്റും. ഫസ്റ്റ് ടൈമല്ലേ, കുറച്ച് ആൻസൈറ്റി കൂടിപ്പോയി. ആൻസൈറ്റി മാറാനായിട്ട് നമുക്കെല്ലാവരും കൂടി ഒരു റീൽ ചെയ്താൽ. So this is my friend. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഗൈസ്, അപ്പൊ നമ്മള് ടാനിനെ കൂട്ടി. എന്റെ അടുത്തൊന്നും നീ ഡയലോഗ് എക്സ്പെക്ട് ചെയ്യല്ലേ. നീ ഇങ്ങനെയാണോ എടുക്കണേ? പിന്നെ ഞാൻ എങ്ങനെ എടുക്കണം? അപ്പൊ നമ്മള് വിശ്വജ്യോതിയില് ടെക് ഫെസ്റ്റിന് മെന്റലിസ്റ്റ് എന്തിന്റെ പരിപാടി കാണാൻ പോവാണ്. ഈ അനാവശ്യ സാധനങ്ങൾ കട്ട് ചെയ്തതാണ്. പിന്നെ ഗൈസ്, നമ്മൾ കോളേജിലെത്തി. ഇതാണ് ഞങ്ങളുടെ കോളേജ്. കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ തോരണങ്ങൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ച് വെച്ചിട്ട് നമ്മുടെ ജൂനിയേഴ്സ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലാവില്ല. സോ ഞാൻ ഫോട്ടോസൊക്കെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഞങ്ങളങ്ങനെ ഫൈനലി കോളേജിലെത്തി. ഇതെന്താ മെഗാ എക്സ്ചേഞ്ച് കാർണിവൽ വിഷൻ. സോ നമ്മളിനി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകും. കണ്ടോ ഗൈസ്, എന്ത് രസമല്ലേ. നല്ല മനോഹരമായ രീതിയിലാണ് അവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഡിഫറെന്റ് കൺട്രീസിന്റെ ഫ്ലാഗ് ആണ് ടയറിൽ പെയിന്റ് അടിച്ച് വെച്ചേക്കുന്നത്. നമ്മുടെ ഇന്ത്യനെ നമുക്ക് അവിടെ സ്പോട്ട് ചെയ്യാം. ഏതായാലും അടിപൊളിയായിട്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓഡിറ്റോറിയം ഫുള്ളായിരുന്നു. ഞങ്ങൾ അങ്ങനെ നോക്കി ഞങ്ങൾക്ക് ഫ്രണ്ടിൽ 2 സീറ്റ് കിട്ടി. ഞങ്ങൾ ആ 2 സീറ്റും കൈക്കലാക്കി. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വിളിക്കുമ്പോൾ സ്റ്റേജിലേക്ക് വരണമെന്ന്, പക്ഷെ ചെറിയൊരു പേടി. അതൊക്കെ വിട്, നമുക്ക് ഈ പരിപാടിനെ പറ്റി സംസാരിക്കാം. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. കുറെ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ റൊമാൻസ്, ഹൊറർ, ഹ്യൂമർ എല്ലാം കൂടെ കലർത്തിയതായിരുന്നു. ഇത് ഞങ്ങളുടെ മിസ്സും സാറുമാണ്. അവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞാൻ നാളെ കേട്ട നിമിഷങ്ങളാണ് ഇനി കാണാൻ നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഗൈസ്. പുള്ളിയുടെ അടുത്ത് അടിപൊളി പരിപാടിയായിരുന്നു എന്ന് പറയുന്നതിന് ഞാൻ നിങ്ങൾ നോക്കി അടിപൊളി പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞു. അതും പോട്ടെ, പരിപാടി എന്ന് പറഞ്ഞത് വരെ തെറ്റിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ നല്ല കുറ്റിബോധം എനിക്കുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കണം ഗൈസ്, ഇത് നീ കാണിക്കില്ല. ഞാൻ കണ്ടത് വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് പരിപാടി. വി റിയലി എൻജോയ്ഡ് ഇറ്റ്. കുറെ ചിരിച്ചു, കുറെ ഭയങ്കര സർപ്രൈസ് ആയി. വൺ ഓഫ് ദി ബെസ്റ്റ് പരിപാടി. സത്യം പറഞ്ഞുണ്ടല്ലോ ഗൈസ്, ഇത്രയും തങ്കപ്പെട്ട മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ടത്. കാരണം ധാരാളം പേരുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി. പുള്ളി അത്രയും ടയേർഡായിട്ട് പോലും എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുത്തു. പിന്നെ ബാക്ക് സ്റ്റേജിൽ പോയി പുള്ളിയുടെ അടുത്ത് സംസാരിച്ച കാര്യം പിന്നെ പറയണ്ടല്ലോ. നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. മെന്റലിസം എന്താണെന്ന് അറിയണമെങ്കിൽ മൈൻഡ് റീഡിങ് എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ശരിക്കും നമ്മളൊരാളുടെ മനസ്സ് വായിച്ചെടുക്കുക എന്നല്ല. നമ്മുടെ മനസ്സിൽ എന്താണോ അത് മറ്റൊരാളിലേക്ക് പകർത്തി കൊടുക്കുക. അതാണ് മെന്റലിസം എന്ന് പറയുന്നത്. ഇതൊക്കെയാട്ടോ ഞാൻ മെന്റലിസത്തെ പറ്റി മനസ്സിലാക്കിയ കാര്യങ്ങൾ. ഞങ്ങളങ്ങനെ ഞാൻ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനുള്ള എങ്ങനെ കണ്ടു, സംസാരിച്ച് വീഡിയോ എടുക്കുന്നു.
ക്ഷയിക്കാണ്ട് കൊടുത്തു, ക്ഷയിക്കാണ്ട് കൊടുത്തു, വീഡിയോ എടുത്തു. അതെ. നമ്മള് എനിക്ക് ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നു, സ്റ്റേജിൽ കയറാൻ പറ്റാത്തതിന്റെ വിഷമം ഉണ്ടായിരുന്നു. അത് പിന്നെ ഇവിടെ വന്നില്ല. അത് അവളായിട്ട് ബാധകമല്ല, എന്നാലും still whatever. അതിന്റെ ആ വിഷമം അങ്ങ് തീർന്നു കിട്ടി പുള്ളിയെടുത്ത വീഡിയോ എടുത്തത് കഴിഞ്ഞു. ഞാൻ പോവാത്തതിന് കാരണം ഞാൻ അന്നേരം ഓഡിറ്റോറിയത്തിൽ ഇല്ല, അതുകൊണ്ടാട്ടോ. അയാൾക്കല്ലേ ഇതുപോലത്തെ പരിപാടി നടക്കുമ്പോൾ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൽ വെച്ച് എന്നും പോലുള്ള കടയുണ്ട്, ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ്. അവിടെ വെച്ച് ലൈല മജുവിന്റെ ഷേക്ക് കുടിച്ചു, പിന്നെ ലേസ് വാങ്ങി. അതെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ അവളെ കൊണ്ടുവിട്ടു. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി. അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷം. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാമേ. ബൈ.